എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നിങ്ങൾ ഇപ്പോൾ നൽകുന്ന അപേക്ഷയെ പരിഗണിച്ചുകൊണ്ടാണ് വരിക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നതിനോ അല്ലെങ്കിൽ പുതിയ അപേക്ഷ നൽകാനോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കല്ല 5 മണിക്കകം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അപേക്ഷിക്കുകയും എന്നാൽ അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ പുതിയ ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അതിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ കറക്റ്റായിട്ട് തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്ന് സംബന്ധിച്ചുള്ള യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ആയിട്ടുള്ള ഒരു PDF കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു PDF വഴി ഈ ഒരു PDF കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്ന് സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലും എല്ലാ ഓപ്ഷൻസും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്ന കോഴ്സാണെങ്കിൽ അത് ബയോളജി സയൻസ് ആണ്. മറ്റേ മാത്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്നതാണെങ്കിൽ അത് സയൻസ് ആണ്, എന്നാൽ അത് ബയോളജി സയൻസ് അല്ല. ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡീഷണലായിട്ട് മാത്സ് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളും കോഴ്സുകളും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ പേര്, അത് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ വീണ്ടും ഒരു തവണ കൂടി ആ സെയിം മൊബൈൽ നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് എന്താണ് പാസ്വേഡ് നൽകുക. പാസ്വേഡ് ഒരു ലെറ്റർ ക്യാപിറ്റലും അതുപോലെ ബാക്കി സ്മോൾ, അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതുപോലെ നമ്പർ, ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്പറായിരിക്കണം. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അമൽ എന്നാണെന്ന് കരുതുക. അമൽ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പാസ്വേഡ് ഉണ്ടാക്കാം. A ക്യാപിറ്റൽ ഇടുക, അതിനുശേഷം MAL സ്മോൾ ലെറ്റർ, അതുപോലെ തന്നെ @ അല്ലെങ്കിൽ #123 അല്ലെങ്കിൽ 2024 എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. കറക്റ്റായിട്ട് അത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ റിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണോ മനസ്സിലാകുന്നത് അത് കറക്റ്റായിട്ട് നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ സെൻഡ് OTP കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരാനായിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരികയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യൂസർ മാനുവൽ നോക്കി സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുക, അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലിസ്റ്റ് കാണാം. ആ ഒരു വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏതാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ ഓരോ സ്കൂളിലെയും സീറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം, അതുപോലെ ഏത് കോഴ്സിനാണ് എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഇതിൽ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഇതുവഴിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ VHSC ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സീറ്റിലേക്ക് കൂടി വേക്കൻസി വരികയും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.